ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ എന്നുള്ള കോൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ ഇപ്പോൾ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ ഫങ്ഷൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫങ്ഷനാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും എല്ലാ ഫങ്ഷനെയും നമുക്ക് ഒരു ഫങ്ഷൻ്റെ അകത്ത് വേറെ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അതിനെ കാണാം. എക്സ് സ്ക്വയറിന് തന്നെ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് ആയിട്ടും കാണാം. ഓക്കെ, അപ്പോൾ അത് പ്രോഡക്റ്റുള്ള അപ്ലൈ ചെയ്താൽ നമുക്ക് സെയിം ഇത് കിട്ടും. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇവിടെ ശരിക്കും എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യണത് ഡി ബൈ ഡി എക്സ് എക്സ് റൈസ് ടു എൻ ഇസിക്കൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ എന്നുള്ള ഫോർമുലയാണല്ലോ. അത് നമ്മൾ അപ്ലൈ ചെയ്യണത് എക്സ് സ്ക്വയറിനാണ്. പക്ഷെ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതൊരു ഫംഗ്ഷൻ വേറെ ഉണ്ടത്. അതിൻ്റെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണത് എക്സ് റൈസ് ടു എന്നിന് വേണ്ടിയിട്ടാണ്. പിന്നെ എക്സ് ഒരു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ടാണ് 2x എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എന്നിൻ്റെയാണ്. പിന്നെ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ കൂടി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അപ്പോൾ അത് 2x ഇൻറ്റു 1, അങ്ങനെ നമുക്ക് 2x കിട്ടുന്നുണ്ട്. വേറെ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ് വിചാരിക്കാം. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ നമ്മൾ പറയുമ്പോൾ ആക്ച്വലി ഈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ ആവണമെന്നില്ല, ഏത് ഫംഗ്ഷനെയും ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് യു റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ യു റൈസ് ടു എൻ മൈനസ് വൺ എഴുതാം. അതിൽ ഈ യു എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എനി ഫംഗ്ഷൻ. അത് സൈൻ എക്സ് ആവാം, കോസ് എക്സ് ആവാം, ഇ റൈസ് ടു എക്സ് ആവാം, എന്തും ആവാം. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സിൻ്റെ സ്ക്വയറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ റൂൾ അപ്ലൈ എന്ന് വെച്ചാൽ സം ഫംഗ്ഷൻ റൈസ് ടു സം എക്സ്പോണൻറ്റ്, എന്നുവെച്ചാൽ യു റൈസ് ടു എൻ. ഇവിടെ യുക്ക് പകരം സൈൻ എക്സ് ആണ്, അതിൻ്റെ അത് റൈസ് ടു എൻ. അപ്പോൾ നമ്മൾ ഈ ഇത് അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എൻ യു റൈസ് ടു എൻ മൈനസ് വൺ. എൻ എന്ന് പറഞ്ഞാൽ 2 ആണ്, യു എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്, സൈൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ, 2 മൈനസ് 1 1. പക്ഷെ നമുക്കിവിടെ നിർത്താൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത് ഇങ്ങനെ ഈ ഫോമിലുള്ള ഒരു ഫംഗ്ഷനെയാണ്. പക്ഷെ അത് തന്നെ വേറൊരു ഫംഗ്ഷനാണ്, അതിൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ ഉണ്ട് സൈൻ എക്സ്. അപ്പോൾ അതിനെ ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ 2 സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിനെ ചെയിൻ റൂൾ എന്ന് പറയും. നമ്മളിങ്ങനെ ഡിഫറൻഷിയേഷൻ ആദ്യം പുറത്തുള്ള ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും, അതേ അകത്തുള്ള ഫംഗ്ഷൻ. ഇത് നമുക്കൊരു ഇമാജിൻ ചെയ്താൽ ഒരു പെട്ടിക്കകത്ത് വേറൊരു പെട്ടി, അതിൻ്റെ അകത്ത് വേറൊരു പെട്ടി, അങ്ങനെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ട സാധനം ഉള്ളതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുമല്ലോ. അപ്പോൾ അത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത പോലെയാണ് എക്സ് റൈസ് ടു എന്നിന് ഡിഫറൻഷിയേറ്റ്. അത് കഴിഞ്ഞ് അകത്ത് ചെല്ലുമ്പോൾ വേറൊരു ഫംഗ്ഷൻ, അതാണ് സൈൻ എക്സ്. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ കോസ് എക്സ്. പിന്നെ വേറെ ഫംഗ്ഷൻ ഇല്ല അതിൻ്റെ അകത്ത്, അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഇതിലോട്ട് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫറൻഷിയേറ്റ് y is equal to x square plus 1 into 10 raised to 10 into sec 5x. അപ്പോൾ ഇത് ശരിക്കും പ്രോഡക്റ്റ് റൂൾ വരും ഫസ്റ്റ്. കാരണം വെച്ചാൽ ഇത് മൾട്ടിപ്ലിക്കേഷൻ, ഇത് ഒരു ഫംഗ്ഷനാണ്, ഇതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ എന്ത് വരും? പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താൽ dy by dx is equal to first function x square plus 1 to the power of 10 into derivative of second function. ഇവിടെ sec 5x ആണ് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് sec എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം tan സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ നമ്മൾ tan സ്ക്വയർ എക്സ് അല്ല, sec എക്സിൻ്റെ ഡെറിവേറ്റീവ് sec x tan x ആണ്. അപ്പോൾ sec 5x into tan sec x tan x
ഇവിടെ എക്സിന് പകരം 5x ആണ്. ഇതിന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് 5x ആണ്. അപ്പൊ സീക്ക് എക്സ് ആണ്, സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് എക്സ് ടാൻ എക്സ്. പക്ഷെ ഇവിടെ സീക്കിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അകത്ത് 5x എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. സീക്ക് എക്സ് 5x സീക്ക് എക്സ് 5x ടാൻ എക്സ് 5x ഇൻറ്റു 5xന്റെ ഡെറിവേറ്റീവ് 5. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ സീക്ക് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി നമ്മൾ ചെയ്യണത് സീക്ക് എക്സ് ടാൻ എക്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 അങ്ങനെയാണ്. ഇവിടെ എക്സ് അല്ല, ഇവിടെ 5x ആണ്. അപ്പം 5xന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ പ്രോഡക്റ്റ് റൂളിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് എന്താണ്? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ സം ഫംഗ്ഷൻ റേസ് ടു 10 ആണ്. അപ്പൊ nx റേസ് ടു n മൈനസ് 1 റൂൾ ഇവിടെ പറയാം. അപ്പൊ 10 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 10 മൈനസ് 1 9. ഇനി നമ്മൾ ഉള്ളിൽ വരുമ്പോൾ ഇവിടെ വേറെ ഫംഗ്ഷൻ ഉണ്ട്, അത് ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് 1. എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. എന്ന് വെച്ചാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ 2x ആണ്, ഡി ബൈ ഡി എക്സ് ഓഫ് 1 0 ആണ്, 2x. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്തിട്ട് അപ്പം എല്ലാത്തിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഫസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 10ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഉള്ളിലുള്ള എക്സ് സ്ക്വയർ പ്ലസ് 1ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു. നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മുടെ ആൻസർ 5x സ്ക്വയർ പ്ലസ് 1 ടു ദ പവർ ഓഫ് 10 സീക്ക് 5x tan 5x പ്ലസ് സീക്ക് 5x ഇൻറ്റു 10 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ടു ദി പവർ ഓഫ് 9 ഇൻറ്റു 2x കൂടെയാണ് ഇവിടെ. ഓക്കെ, ഇങ്ങനെ ഇത്രയും വലിയൊരു ആൻസറാണ് നമുക്ക് അതിൻ്റെതായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇനി സ്ക്രീൻ ക്ലിയർ ചെയ്തിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് log x ഡിവൈഡ് ബൈ x. ഇവിടെ കോഷ്യൻ റൂള്, ഇവിടെ ഒരു കോഷ്യൻ്റ് ആണ്. മേളിലൊരു ഫംഗ്ഷൻ, താഴത്ത് വേറെ ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യും. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, അതുപോലെ സൈൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ സൈൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1 ആണ് ഇവിടെ. ഈ അടിയിൽ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് ലോഗ് എക്സ് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് ലോഗ് എക്സ്. അപ്പോൾ ഇവിടെ പുറത്തെ ഫംഗ്ഷൻ സൈൻ ആണ്, കാരണം വെച്ചാൽ സൈൻ ഓഫ് സംതിങ് എന്നാണ്. അപ്പോൾ അതിന് നമുക്ക് സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണല്ലോ, അപ്പോൾ അതിന് കോസ് ഓഫ് ലോഗ് എക്സ് ആണ്. പക്ഷേ ഉള്ളിൽ വരുമ്പോൾ ലോഗ് എക്സ് വേറൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ 1 ബൈ എക്സ്. അപ്പോൾ അതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് ലോഗ് എക്സ്. അപ്പോൾ ഇവിടെ എന്താണ് എക്സ് ഇൻറ്റു 1 ബൈ എക്സ് ഇൻറ്റു കോസ് ലോഗ് എക്സ് മൈനസ് സൈൻ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ് ഇവിടെ വെട്ടിപ്പോകും. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ വരും, കോസ് ഓഫ് ലോഗ് എക്സ് മൈനസ് സൈൻ ലോഗ് എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. അപ്പം അങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെയിൻ റൂള് നമ്മൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ.